നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. സംസ്ഥാനത്ത് SSLC ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. പെട്രോൾ ഡീസൽ വില കൂട്ടി കേന്ദ്രം. ലിറ്ററിന് 3 രൂപ വർധന. ബസ് നിർത്തിയില്ല. KSRTC ബസിന് ചില്ലടിച്ചു തകർത്ത യുവതി. 25,000 രൂപ പിഴ ഈടാക്കി വിട്ടയച്ചു. പിണറായി വിജയനെ സന്ദർശിച്ച് VT സതീശൻ. 5 മന്ത്രിസ്ഥാനം വേണം, വകുപ്പുകൾ വിട്ടുകൊടുക്കില്ല. കടുംപിടുത്തവുമായി ലീഗ്. കോൺഗ്രസിലും പോർമുറകുന്നു. കേരളം പാപ്പരല്ല, ഖജനാവിൽ 6,000 കോടിയുണ്ട്. ആന്റണിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് KN ബാലഗോപാൽ. കണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസിന് തീപിടിച്ചു. അനുനയ നീക്കങ്ങൾ പാളി. UDF യോഗത്തിൽ പങ്കെടുക്കാതെ രമേശ് ചെന്നിത്തല. രാഷ്ട്രീയ പ്രേരിത സ്ഥലം മാറ്റങ്ങൾക്ക് തിരിച്ചടി. സഹകരണ ആരോഗ്യ വകുപ്പുകളിലെ ഉത്തരവുകൾക്ക് സ്റ്റേ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് SSLC ഫലം പ്രഖ്യാപിച്ചു. 99% വിജയം. സംസ്ഥാനത്തെ SSLC ഫലം പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി വർഗീസാണ് ഫലം പ്രഖ്യാപിച്ചത്. സംസ്ഥാന സർക്കാർ അധികാരമേൽക്കാത്ത സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥർ ഫലം പ്രഖ്യാപിച്ചത്. 99.7% വിജയശതമാനം. 4,17,497 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 4,14,290 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 30,516 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി. ശതമാനക്കണക്കിൽ കൊല്ലം ജില്ലയാണ് ഒന്നാമത്. 20,771 പെൺകുട്ടികളും 9,743 ആൺകുട്ടികളുമാണ് ഫുൾ A+ നേടിയത്. 2,105 സ്കൂളുകളിൽ പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും വിജയിച്ചു. 2,105 സ്കൂളുകളിൽ പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും വിജയിച്ചു. 3,077 കുട്ടികളാണ് ലക്ഷദ്വീപിൽ വിജയിച്ചത്. ഗൾഫ് മേഖലയിലെ എല്ലാ കുട്ടികളും വിജയിച്ചു. ജൂൺ ആദ്യവാരത്തോടെ സേ പരീക്ഷയുണ്ടാകും. 767 സർക്കാർ സ്കൂളുകളിൽ പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും വിജയിച്ചു. 930 എയ്ഡഡ് സ്കൂളുകളിലും 408 അൺഎയ്ഡഡ് സ്കൂളുകളിലും പരീക്ഷ എഴുതിയ എല്ലാവരെയും വിജയിച്ചു. സർക്കാർ തലത്തിൽ നടന്നുവന്നു HSS സ്കൂൾ 100% വിജയം കരസ്ഥമാക്കി. ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷകൾ എഴുതിയത് മലപ്പുറം എടരിക്കാട് PKMHS-ലാണ്. 2026 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 2023 കുട്ടികൾ വിജയിച്ചു. 151 കുട്ടികൾക്ക് ഫുൾ A+ ലഭിച്ചു. പെട്രോൾ ഡീസൽ വില കൂട്ടി കേന്ദ്രം. ലിറ്ററിന് 3 രൂപയാണ് വർദ്ധിച്ചത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വീതം വർദ്ധിപ്പിച്ചു. പുതുക്കിയ നിരക്ക് പ്രകാരം ഡൽഹിയിൽ പെട്രോളിന് 99.7 രൂപയും ഡീസലിന് 99 രൂപ 67 രൂപയുമാണ്. കേരളത്തിലും വില കുതിച്ചു വരികയാണ്. തിരുവനന്തപുരത്ത് പെട്രോൾ വില ലിറ്ററിന് 110 രൂപ 76 പൈസയും ഡീസലിന് 99 രൂപ 35 രൂപയുമായി. അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനവിന്റെ പേര് പറഞ്ഞ് എണ്ണ കമ്പനിയിൽ സാധാരണക്കാരന്റെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. ഇന്ധന വില വർദ്ധിപ്പിക്കില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ മുൻകാല വാദങ്ങളെല്ലാം ഇതോടെ പൊള്ളയാണെന്ന് തെളിഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പേരിൽ രാജ്യത്ത് കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി ഇന്ധന ഉപയോഗം കുറയ്ക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം വാഹന വ്യൂഹം വെട്ടിച്ചുരുക്കി ചെലവ് ചുരുക്കൽ നാടകം കളിക്കുകയാണ്. വാഹനങ്ങളുടെ എണ്ണം പകുതിയാക്കാൻ SPGക്ക് നിർദ്ദേശം നൽകിയതാണ് റിപ്പോർട്ട്. എന്നാൽ ജനങ്ങളോട് വിദേശയാത്രകൾ ഒഴിവാക്കാൻ ഉപദേശിച്ചതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി 5 രാജ്യങ്ങൾ സന്ദർശിക്കാൻ തിരിച്ചു എന്നത് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടതോടെ ഇന്ധനക്ഷാമം മറയാക്കി വരും ദിവസങ്ങളിൽ കൂടുതൽ ജനദ്രോഹ നടപടികളിലേക്ക് കടക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. ഇതിന്റെ മുന്നോടിയായി ഉത്തർപ്രദേശ് സർക്കാർ IT കമ്പനികൾക്കും സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കും ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഡൽഹിയിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 2 ദിവസം വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചു. ഇന്ധന ഉപയോഗം കുറയ്ക്കുവാനെന്ന പേരിലാണ് ഈ നീക്കമെങ്കിലും രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരം സാധാരണക്കാരന്റെ ചുമലിലേക്ക് മാറ്റാനുള്ള തന്ത്രമാണിതെന്ന് പരക്കെ വിമർശനമുയരുന്നുണ്ട്. രാജ്യത്ത് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ വീതം വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി ജനങ്ങളോടുള്ള കൊടിയ ദ്രോഹമാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. വിലക്കയറ്റവും ജീവിത ചെലവും കൊണ്ട് വീർപ്പുമുട്ടുന്ന സാധാരണക്കാരന്റെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. ജനങ്ങളെ കൊള്ളയടിച്ച് കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന ഈ അന്യായ തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് ആശ്വാസം നൽകേണ്ട സർക്കാർ വീണ്ടും വിലവർധനയുടെ ഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. KSRTC ബസിന്റെ ചില്ലടിച്ച് തകർത്ത യുവതി. സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് ബസ് നിർത്താൻ ആവശ്യപ്പെട്ടത് നിരാകരിച്ചതിന്റെ പേരിലാണ് KSRTCയുടെ സൂപ്പർഫാസ്റ്റ് പ്രീമിയം ബസിന്റെ
സൈഡ് ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചത്. കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപത്തെ സ്റ്റോപ്പിൽ ബസ് നിർത്തണമെന്നായിരുന്നു യുവതിയുടെ ആവശ്യം. എന്നാൽ ഇവിടെ സ്റ്റോപ്പില്ലാത്തതിനാൽ ബസ് നിർത്താൻ കഴിയില്ലെന്ന് ഡ്രൈവറും കണ്ടക്ടറും അറിയിച്ചു. ഇതോടെ ഇരുവരും തമ്മിൽ തർക്കമായി. ഇതിനിടയിൽ യുവതി രംഗം ചിത്രീകരിക്കാനും ശ്രമം നടത്തി. തർക്കത്തിനൊടുവിൽ ഗ്ലാസ് ബ്രേക്കിംഗ് ഹാമർ ഉപയോഗിച്ച് മുൻവശത്തെ ഡോറിന്റെ ജില്ല് അടിച്ചു തകർക്കുകയായിരുന്നു. 3 ദിവസം മുൻപായിരുന്നു സംഭവം നടന്നത്. ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. ക്യാൻ യു സ്റ്റോപ്പ് ദി വെഹിക്കിൾ എന്നെല്ലാം ഈ യുവതി പറയുന്നതും സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് വാഹനം നിർത്താനാവില്ലെന്ന് ജീവനക്കാർ പറയുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഒടുവിൽ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെത്തി. ബസ്സിന് കേടുപാട് ഉണ്ടാക്കിയതിനാൽ യുവതിയിൽ നിന്ന് 25,000 രൂപ പിഴ ഈടാക്കി KSRTC അധികൃതർ പിന്നീട് പ്രശ്നം ഒത്തുതീർപ്പാക്കി വിട്ടയക്കുകയായിരുന്നു. നെടുമങ്ങാട് KSRTC ഡിപ്പോയുമായി ബന്ധപ്പെട്ട ഒരു സമൂഹ മാധ്യമ പേജിലൂടെയാണ് സംഭവം പുറത്തു വന്നത്. സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉയരുന്നത്. അനുനയ നീക്കങ്ങൾ പാളി. UDF യോഗത്തിൽ പങ്കെടുക്കാതെ രമേശ് ചെന്നിത്തല. VD സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി പുകയുന്നു. മന്ത്രിസഭയുടെ ഭാഗമാകാനെന്ന പ്രഖ്യാപനത്തിന് ശേഷം തന്നെ രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു. ഇതിനെ തുടർന്ന് അനുനയ നീക്കങ്ങളുമായി VD സതീശനും AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ചെന്നിത്തലയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇന്ന് നടന്ന UDF യോഗത്തിലും രമേശ് ചെന്നിത്തല പങ്കെടുത്തില്ല. ഫലമറിഞ്ഞ് 11 ദിവസങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും വരെ കോൺഗ്രസിൽ KC വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയുടെയും പേര് ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം കടുത്ത അതൃപ്തിയോടെയാണ് ഇരുവരും പ്രതികരിച്ചത്. മന്ത്രിസഭയിലേക്കില്ലെന്ന് ചെന്നിത്തല പറഞ്ഞപ്പോൾ വേണമെങ്കിൽ AICC ജനറൽ സെക്രട്ടറി സ്ഥാനം കൂടെ നൽകാം എന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. ഇതിനെ തുടർന്നാണ് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ഒന്നാകെ എത്തിയത്. പാർട്ടി തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും മുന്നോട്ട് പോകുന്നതിന് ഉപാധികളൊന്നുമില്ലെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചെങ്കിലും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകുമോ എന്ന ചോദ്യത്തോട് വ്യക്തമായി പ്രതികരിക്കാൻ ഇരുവരും തയ്യാറായില്ല. എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുമെന്ന മറുപടിയോടെ അവർ ഒഴിഞ്ഞുമാറി. ഈ സന്ദർശനം ഇരുപക്ഷങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നീക്കമായാണ് വിലയിരുത്തിയത്. മഞ്ഞൊരുക്കി തുടങ്ങിയെന്ന് പറയാമെങ്കിലും ചെന്നിത്തല ഇപ്പോഴും പൂർണ്ണ തൃപ്തനല്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എല്ലാം നടപടിയായി നടക്കുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ അതൃപ്തിയെ സംബന്ധിച്ചുള്ള ചോദ്യത്തോട് KC വേണുഗോപാൽ ഇന്ന് പ്രതികരിച്ചത്. രാഷ്ട്രീയ സ്ഥലമാറ്റങ്ങൾക്ക് തിരിച്ചടി. സഹകരണ ആരോഗ്യ വകുപ്പിലെ ഉത്തരവുകൾക്ക് സ്റ്റേ. പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് തൊട്ടു മുമ്പ് നടന്ന വിവാദമായ സ്ഥലംമാറ്റ ഉത്തരവുകൾക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ സ്റ്റേ. ഭരണാനുകൂല സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നിയമവിരുദ്ധമായാണ് ഈ സ്ഥലംമാറ്റങ്ങൾ നടന്നതെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് ട്രൈബ്യൂണലിന്റെ ഇടപെടൽ. സഹകരണ വകുപ്പിലും ആരോഗ്യ വകുപ്പിലും നടന്ന സ്ഥലംമാറ്റങ്ങൾക്കാണ് നിലവിൽ സ്റ്റേ ലഭിച്ചിരിക്കുന്നത്. സഹകരണ വകുപ്പിലെ ഇൻസ്പെക്ടർ തസ്തികയിലും ISM വകുപ്പിലെ സീനിയർ സൂപ്രണ്ട്, സെക്രട്ടറി എന്നീ തസ്തികയിലും നടന്ന സ്ഥലംമാറ്റ ഉത്തരവുകളാണ് ട്രൈബ്യൂണൽ മരവിപ്പിച്ചത്. യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ രാഷ്ട്രീയപ്രേരിതമായാണ് ഈ സ്ഥലംമാറ്റങ്ങൾ നടത്തിയതെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. ഇത്തരം അശാസ്ത്രീയമായ നടപടികൾക്കെതിരെ ശക്തമായ നിയമ പോരാട്ടം നടത്താനാണ് സംഘടനകളുടെ തീരുമാനം. നിയമവിരുദ്ധ സ്ഥലമാറ്റങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി KGA ഉൾപ്പെടെയുള്ള സംഘടനകൾ ലീഗൽ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ഥലമാറ്റങ്ങൾ അപകടം നേരിട്ടവർക്ക് സഹായത്തിനായി വെബ്സൈറ്റ് വഴി വിവരം നൽകാവുന്നതാണെന്ന് ജനറൽ സെക്രട്ടറി അറിയിച്ചു. മഞ്ഞുരുകിയോ? രമേശ് ചെന്നിത്തലയെ സന്ദർശിച്ചു VD സതീശൻ. മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി സന്ദർശിച്ചു നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. ജോസഫ് വാഴക്കാൻ, അൻവർ സാദത്ത്, VD ബൽറാം തുടങ്ങിയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും സ്വകാര്യ സംഭാഷണവും നടത്തി. ഏകദേശം അരമണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട നേതാക്കൾ തങ്ങൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്നും സഹോദരങ്ങളെപ്പോലെയാണെന്നുമാണ് പ്രതികരിച്ചത്. പാർട്ടി തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും മുന്നോട്ടു പോകുന്നതിന് ഉപാധികളൊന്നുമില്ലെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചെങ്കിലും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകുമോ എന്ന ചോദ്യത്തോട് വ്യക്തമായി പ്രതികരിക്കാൻ ഇരുവരും തയ്യാറായില്ല. എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുമെന്ന മറുപടിയോടെ അവർ ഒഴിഞ്ഞുമാറി. ഈ സന്ദർഭം ഇരുപക്ഷങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നീക്കമായാണ് വിലയിരുത്തൽ. മഞ്ഞൊരുങ്ങി തുടങ്ങിയെന്ന് പറയാമെങ്കിലും ചെന്നിത്തല ഇപ്പോഴും പൂർണ്ണ തൃപ്തനല്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 ദിവസം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും വടംവലികൾക്കും ഒടുവിലാണ് VD സതീശനെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത്. ഈ തീരുമാനത്തിൽ കടുത്ത അതൃപ്തിയുള്ള രമേശ് ചെന്നിത്തല പാർലമെന്ററി പാർട്ടി യോഗം ബഹിഷ്കരിച്ച് ഗുരുവായൂരിലേക്ക് പോയിരുന്നു. പാർട്ടി എടുത്ത തീരുമാനം അംഗീകരിക്കുന്നതായാണ് ഗുരുവായൂരിൽ വെച്ച് ഇന്ന് പുലർച്ചെ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിലും ചെന്നിത്തല വ്യക്തമാക്കിയത്. തിരുവനന്തപുരത്ത് തിരികെ എത്തിയിട്ടും മാധ്യമങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറിയത്
കോൺഗ്രസിനുള്ളിലെ വലിയൊരു പ്രതിസന്ധിയുടെ സൂചനയായിരുന്നു. എന്നാൽ VD സതീശൻ നേരിട്ടെത്തി നടത്തിയ കൂടിക്കാഴ്ചയിലൂടെ തർക്കങ്ങൾ താൽക്കാലികമായി പരിഹരിക്കാനും പാർട്ടിയിൽ ഒരു മഞ്ഞുരുകലിനു വേണ്ടി ശ്രമങ്ങൾ നടത്തിയതുമായാണ് വിവരം. 5 മന്ത്രിസ്ഥാനം വേണം, വകുപ്പുകൾ വിട്ടുകൊടുക്കില്ല. കടുംപിടുത്തവുമായി ലീഗ്, കോൺഗ്രസിലും പോരും മുറുകുന്നു. UDF-ൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സങ്കീർണമാക്കി മുസ്ലിം ലീഗിന്റെ കടുത്ത നിലപാട്. 5 മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ലീഗ് മുൻപ് കൈകാര്യം ചെയ്തിരുന്ന പ്രധാന വകുപ്പുകളിൽ മാറ്റം വരുത്താൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. 2 ദിവസത്തിനകം മന്ത്രിമാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കണമെന്നാണ് സൂചനയെങ്കിലും ഘടകകക്ഷികൾക്കിടയിലെ ഭിന്നത മുന്നണിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ശക്തമായി ഉയരുന്നതിനിടയിലാണ് ലീഗ് നേതൃത്വത്തിന്റെ ഈ കടുംപിടുത്തം. പരമ്പരാഗതമായി തങ്ങൾ കൈവശം വെച്ചിരുന്ന വകുപ്പുകൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ലെന്നാണ് ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. മന്ത്രിസ്ഥാനത്തേക്ക് PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി എന്നിവരുടെ പേരുകളാണ് സജീവമായി പരിഗണിക്കപ്പെടുന്നത്. എന്നാൽ മലബാർ മേഖലയിൽ നിന്നും കൂടുതൽ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം ലീഗിൽ ആഭ്യന്തര കലഹത്തിന് വഴിവെച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയ്ക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ ലീഗ് നേതൃത്വം പരസ്യമായി രംഗത്തെത്തി. പാറക്കൽ അബ്ദുള്ള, ജില്ലാ പ്രസിഡന്റ് റസാഖ് മാസ്റ്റർ എന്നിവരാണ് കോഴിക്കോട് നിന്ന് അവകാശവാദം ഉന്നയിക്കുന്നത്. ഇതിനു പുറമെ ആബിദ് ഹുസൈൻ തങ്ങൾ, AKM അഷ്റഫ് എന്നിവരെയും പരിഗണിക്കണമെന്ന് ആവശ്യമുയരുന്നുണ്ട്. ലീഗ് അധ്യക്ഷൻ പണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാകും അന്തിമ പട്ടിക പ്രഖ്യാപിക്കുക. ലീഗിന്റെ കടുംപിടുത്തത്തിന് പിന്നാലെ കോൺഗ്രസിലും ഗ്രൂപ്പ് പോരും മുറുകുകയാണ്. മലബാറിൽ നിന്നുമുള്ള കോൺഗ്രസ് MLA-മാർ മന്ത്രിസ്ഥാനത്തിനായി ഡൽഹിയിലേക്കും തിരുവനന്തപുരത്തേക്കും കരുനീക്കം ശക്തമാക്കി. ബാക്കിയുള്ള സീറ്റുകൾക്കായി D സിദ്ദീഖ്, K ജയന്ത്, VD ബൽറാം, K പ്രവീൺ കുമാർ എന്നിവരാണ് രംഗത്തുള്ളത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളുള്ള ഇതിൽ പ്രകടമാണ്. VD ബൽറാം VD സതീശൻ പക്ഷക്കാരനായി നിലയുറക്കുമ്പോൾ D സിദ്ദീഖ് ഉൾപ്പെടെയുള്ള ബാക്കി 3 പേരും KC വേണുഗോപാൽ പക്ഷക്കാരാണ്. ഗ്രൂപ്പ് താൽപര്യങ്ങൾക്ക് പുറമെ സമുദായ സമവാക്യങ്ങൾ കൂടി കണക്കിലെടുത്താകും കോൺഗ്രസ് ഹൈക്കമാൻഡ് മന്ത്രിമാരെ നിശ്ചയിക്കുക. സീറ്റ് വിഭജനവും വകുപ്പ് വിഭജനവും കീറാമുട്ടിയായി തുടരുന്ന പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ UDF-ൽ തർക്കം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. കണ്ണൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് തീപിടിച്ചു. കണ്ണൂർ വളക്കയിൽ ആണ് അപകടം നടന്നത്. ശ്രീകണ്ഠാപുരത്ത് നിന്നും തളിപ്പറമ്പിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സിനാണ് തീപിടിച്ചത്. യാത്രക്കാർ ഇറങ്ങിയോടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഉച്ചയ്ക്ക് 12:15 അപകടം. ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ ബസ്സിന്റെ മുൻഭാഗത്താണ് ആദ്യം തീ പടർന്നത്. പൊടുന്നിനെ ബസ്സിലേക്ക് തീ ആളിപ്പടരുകയായിരുന്നു. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടതോടെ യാത്രക്കാർ വേഗത്തിൽ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. നിമിഷ നേരം കൊണ്ട് ബസ് വലിയൊരു അഗ്നിഗോളമായി മാറി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തീ പടർന്ന് അരമണിക്കൂറിനുള്ളിൽ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. കേരളം പാപ്പരല്ല, ഖജനാവിൽ 6000 കോടിയുണ്ട്. ആന്റണിയുടെ പ്രസ്താവന വസ്തുവിരുദ്ധമാണെന്ന് KN ബാലഗോപാൽ. 2001 കേരളം പാപ്പരാണെന്ന് കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയാണ് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. കേരളത്തിന്റെ ധനസ്ഥിതി ഇപ്പോഴും തികച്ചും ഭദ്രവും മെച്ചപ്പെട്ട അവസ്ഥയിലുമാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഔദ്യോഗിക രേഖകൾ പ്രകാരമാണ് താൻ സംസാരിക്കുന്നതെന്നും കേരളം ഒരിക്കലും കടക്കണിയിലല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ പദ്ധതികൾക്കുമുള്ള പണവും നൽകിയ ശേഷവും നിലവിൽ സംസ്ഥാന ഖജനാവിൽ 6000 കോടിയിലോളം രൂപയുടെ ക്യാഷ് ബാലൻസ് ഉണ്ട്. യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് ആന്റണിയുടെ പ്രസ്താവന. കേരളത്തിന്റെ ധനസ്ഥിതി മെച്ചമാണ് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കൽ VD സതീശന് ധൈര്യം വന്നത്. മുൻ വർഷങ്ങളെക്കാൾ മികച്ച സാമ്പത്തിക സ്ഥിതിയിലാണ് LDF സർക്കാർ സംസ്ഥാനത്തെ എത്തിച്ചത്. പ്രഖ്യാപിച്ച ഗ്യാരണ്ടികൾ പഠിച്ചിട്ട് നടപ്പാക്കിയാൽ മതി. അതിന് സമയം വേണ്ടിവരും.
തികച്ചും സുരക്ഷിതമായ ഖജനാവാണ് പുതിയ സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ജനങ്ങൾ കയ്പുനീർ കുടിക്കേണ്ടി വരുമെന്ന് ആന്റണി പറയുന്നത് എന്ത് അർത്ഥത്തിലാണ്? വേണമെങ്കിൽ എ കെ ആന്റണിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ തയ്യാറാണ്. എല്ലാ കണക്കുകളുമായി അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ബാലഗോപാൽ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് സർക്കാരുകൾ എല്ലാം ഇപ്പോൾ അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പലയിടത്തും ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുവാണോ എ കെ ആന്റണി ഇപ്പോൾ കേരളത്തെക്കുറിച്ച് ഇത്തരമൊരു പരാമർശം നടത്തുന്നതെന്ന് സംശയമുണ്ട്. സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ആന്റണി മുൻകൂർ ജാമ്യം എടുക്കുകയാണെന്നും ബാലഗോപാൽ പരിഹസിച്ചു. രാജ്യത്തെ ഏറ്റവും കുറച്ച് കടമെടുത്ത സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. എന്നാൽ LDF സർക്കാരിൻ്റെ ധനകാര്യം മിസ്മാനേജ്മെന്റാണ് UDF നിരന്തരം വ്യാജ പ്രചരണം നടത്തിയത്. ഇത്തരക്കാർ നീതി ആയോഗിന്റെ കണക്കുകൾ കൂടി എടുത്ത് പരിശോധിക്കണം. ജനങ്ങളുടെ മനസ്സിൽ കല്ലുകടിയുണ്ടാക്കാൻ ആരും ശ്രമിക്കരുത്. സാമ്പത്തികമായി കേരളത്തെ ഏറ്റവും മികച്ച നിലയിൽ എത്തിച്ചിട്ടാണ് ഞങ്ങൾ സ്ഥാനമൊഴിഞ്ഞത്. ശരിയായ കണക്കുകൾ വ്യക്തമാക്കുന്ന ഔദ്യോഗിക രേഖകൾ പൊതുസമക്ഷം ലഭ്യമായിരിക്കെ UDF എന്തിനാണ് ഇനി വൈറ്റ് പേപ്പർ ഇറക്കുന്നതെന്നും KN ബാലഗോപാൽ ചോദിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ.